ഇത് മുസ്ലിം മതമല്ല. മുസ്ലിം മതം ഇങ്ങനെയല്ല. ഇത് മഹത്തായ ഒരു മതത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു മനുഷ്യ വിരുദ്ധത മാത്രമാണ്. ഇത് സങ്കടമല്ല, ഇതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിക തീവ്രവാദം ഇപ്പോൾ ലോകത്തിന്റെ അതിരുകൾക്കപ്പുറം ഇപ്പോൾ കീറിക്കളയുകയാണ്. സമാധാനത്തിന്റെ വേഷം ധരിച്ച് അവര് അകത്ത് യുദ്ധം കൊണ്ടുവരുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. കത്തോലിക്ക സഭയുടെ മുഖ്യ പത്രമായ ദീപികയിൽ വന്ന ഒരു മുസ്ലിം വിരുദ്ധ വാക്യം ഞാനിപ്പോൾ ഇവിടെ കുറിക്കാം. ഇസ്ലാമിക തീവ്രവാദം 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നു. ഇത് ഒറ്റ രാജ്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഭാരതം നേരിടുന്ന ആഗോളതലത്തിലെ ഒരു ഭീകരവാദം തന്നെയാണ്. തീവ്രവാദികൾക്ക് ഒരു രാജ്യത്തെയും ഒരു മതത്തെയും സംരക്ഷിക്കണമെന്നത് ഒരാഗ്രഹവും ഇല്ല. ഇവർക്ക് വേണ്ടത് വധമാണ്, വെട്ട് പതിപ്പാണ്, മതഭ്രാന്താണ്. ആ മതഭ്രാന്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത തുർക്കികളുടെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഭീകര സംഘടനയായ അൽ ഖയ്ദയുടെ ആഹ്വാനവും. അവർ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം വ്യക്തമാണ്, ഭാരതത്തിന് എതിരായ ജിഹാദാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും നമുക്ക് നന്നായിട്ട് പിരിമുറുക്കം വരാറുണ്ട് അല്ലേ? എന്താ കാരണം? ഇന്ത്യയിലെ ജനസംഖ്യയിലുള്ള പകുതി മുക്കാൽ പേരും ഭീകരരായിട്ട് അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി തിടുക്കം കൂട്ടുന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ചിന്താഗതി മനുഷ്യത്വത്തിനും മതത്തിനും എതിര് തന്നെയാണ്. മതത്തെ രക്ഷിക്കാൻ ശരിക്കും പറഞ്ഞാൽ തീവ്രത ആവശ്യമില്ല, തീവ്രവാദവും ആവശ്യമില്ല. മനുഷ്യരെ രക്ഷിക്കാൻ മതത്തിന്റെ ആവശ്യവുമില്ല. ഇതൊന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഭീകരർക്ക് മതവും ഇല്ല, രാജ്യവും ഇല്ല, മനുഷ്യത്വവും ഇല്ല. ഈ ഇസ്ലാമിക ഭീകരത കാരണം ആദ്യം കൊല്ലപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്. ഇവർ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്നു, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവിനെ മുന്നിൽ പിടിച്ചിർത്തി ഭാര്യനെ പീഡിപ്പിക്കുന്നു, ചെറുപ്രായക്കാരെ തീവ്രതയുടെ ബോംബാക്കി മാറ്റുന്നു. ഈ ഭീകരത ആക്ച്വലി ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഒരു വിപരീത പാതയാണ്. ആക്ച്വലി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഭീകരർ ആക്ച്വലി സ്വാർത്ഥരാണ്. അവർക്ക് എന്താണോ ആഗ്രഹം അത് മാത്രമാണ് അവർ നടപ്പാക്കാൻ നോക്കുന്നത്. അവർക്ക് ആധിപത്യം വേണം, അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് മുന്നിൽ അപ്പം തന്നെ കിട്ടണം എന്നൊരു ദുരാഗ്രഹമാണ് അവർക്ക് ഈ തീവ്രവാദത്തിൽ നയിക്കുന്നത്. അതിന് അവർ മതത്തെ കൂട്ടുപിടിക്കുകയാണ്. പണം, പവർ, ആയുധം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാം എൻ്റെ കാഴ്ചോട്ട് വരുന്നുള്ളത് ഈ തീവ്രവാദികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ മതത്തിനെ കൂട്ടുപിടിക്കുന്നത്. ഞാൻ പറയുന്ന എല്ലാ മുസ്ലിംസിനെ അല്ല, ഒട്ടുമല്ല. ഇത് കേരളമാണ്, ഇത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ഇവിടെ ഇപ്പോൾ കൂട്ടുകാരായ അത് മതസൗഹാർദ്ദമായി. പണ്ട് വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. എനിക്കും എത്രയോ സുഹൃത്തുക്കളുണ്ട്, അതിൽ മുസ്ലിം കാസ്റ്റിൽ പെട്ടവരും ഉണ്ട്. പക്ഷെ അതൊന്നും മതസൗഹാർദ്ദമായിരുന്നില്ല, ഞങ്ങളൊക്കെ വെറും സുഹൃത്തുക്കളായിരുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നതും കേരളത്തിൽ വരുമാനം കൊണ്ടുവരുന്നതും. സ്കൂള് പരമായിട്ടും എന്തുപരമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന സഹപ്രവർത്തനം എല്ലാം മുസ്ലിംസിന്റെ ഭാഗത്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീവ്രവാദത്തെ പറ്റി നമ്മൾ എപ്പോഴും കുറ്റം പറയുമ്പോൾ ആ സമുദായത്തിലുള്ളവരെല്ലാം തീവ്രവാദികളാണ് എന്ന് നമ്മൾ മുദ്ര കുത്താൻ പാടില്ല. അതൊരു കുറ്റം തന്നെയാണ്, അത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് ആക്ച്വലി ഭക്തിയല്ല, അത് ഭീകരവാദം തന്നെയാണ്. മതത്തെ കവചമാക്കി മനുഷ്യവധം നടത്തിയിട്ട് പണവും പദവിയും അധികാരവും നേടിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണഘടനയെ അവർ എന്തായാലും തകർക്കാൻ ജിഹാദികൾ വന്നാൽ നമ്മൾ മൗനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ തിരിച്ച് നന്നായിട്ട് അടിക്കേണ്ട, അതിലവർ പേടിച്ചിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഭീകരവാദികൾക്ക് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ്. കാരണം അവർക്ക് രാജ്യസ്നേഹമില്ല, അവർ വെറും സ്വാർത്ഥന്മാർ മാത്രമാണ്. ഇത് ഭാരതത്തിൻ്റെ യുദ്ധമാണ്. ആക്രമണത്തിനെതിരെ, ക്രൂരതയ്ക്കെതിരെ മനുഷ്യത്വം പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധം.